വരാൻ പോകുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും കേരളത്തിൽ 140 മണ്ഡലങ്ങളിലും വളരെ കടുത്ത പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങൾ വളരെയധികം കൂടുതലാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ അതിൽ എടുത്തു പറയേണ്ട ഒരു സ്ഥലമെന്ന് പറയുന്നത് ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ 2026 നടക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 9 സീറ്റുകൾ 9 മണ്ഡലങ്ങളുള്ള ആലപ്പുഴയിൽ 2026 സംഭവിക്കുന്ന അട്ടിമറി എന്താണ്, വരുന്ന സർവേ റിസൾട്ടുകൾ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, കണക്കുകൾ പ്രകാരം 2026 ആലപ്പുഴയിൽ അട്ടിമറി സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഏറ്റവും പുതിയ സർവേ റിസൾട്ട് പ്രകാരം ആലപ്പുഴയിൽ നിലവിൽ LDFന്റെ ഒരു മേൽക്കൈ തന്നെയാണ് എല്ലാ സീറ്റിലും കാണപ്പെടുന്നത് എന്നുള്ളത് വാസ്തവമാണ്. 2026 അത് തുടരാനായിട്ട് LDFന് സാധിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം, BJPക്ക് എന്തെങ്കിലും തരത്തിലുള്ള മുന്നേറ്റം ആലപ്പുഴയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം, UDFന് LDFനെ മറികടന്നുകൊണ്ടൊരു അട്ടിമറി നേട്ടം ആലപ്പുഴയിൽ സ്വന്തമാക്കാൻ സാധിക്കുമോ എന്നുള്ള മറ്റൊരു ചോദ്യം. അപ്പോൾ നമുക്ക് സമയം കളയാതെ കണക്കുകളിലേക്ക് തന്നെ പോകാം. ആദ്യം നമുക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. 9 സീറ്റുകൾ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ ഭൂരിഭാഗവും തൂത്തുവാരിക്കൊണ്ട് LDFന്റെ ഒരു തരംഗം തന്നെയായിരുന്നു എന്ന് എടുത്തു പറയേണ്ടി വരും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ. അതായത് 9 സീറ്റുകളിൽ 8 LDF നേടുകയും ഒരൊറ്റ സീറ്റിൽ മാത്രമായിരുന്നു UDFന് നേട്ടമുണ്ടാക്കാൻ സാധിച്ചത്, ഹരിപ്പാട് മാത്രം. ബാക്കിയുള്ള സീറ്റുകളെല്ലാം തന്നെയും LDF തൂത്തുവാരുകയായിരുന്നു. അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, കുട്ടനാട്, ഹരിപ്പാട്, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ, ഈ സ്ഥലങ്ങളിൽ വരുന്ന 2026 നടക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. LDF തരംഗമായിരുന്നിടത്തൊക്കെ തന്നെ 2026 എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. BJPയെ സംബന്ധിച്ചിടത്തോളം 2024 തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ ഉണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള സ്വാധീനം അല്ലെങ്കിൽ മാറ്റങ്ങളൊക്കെ തന്നെ BJPക്ക് ഗുണകരമായി മാറുമോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. 2026 കണക്കിലേക്ക് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇവിടെ പലയിടങ്ങളിലും അട്ടിമറി സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഓരോ സീറ്റിലും നമ്മൾ നോക്കുമ്പോഴത്തേക്കും, അതായത് ആദ്യം നമുക്ക് ചേർത്തല നോക്കാം. ചേർത്തലയിൽ നിലവിൽ LDF സീറ്റാണ്. എന്നാൽ അത് 2026 LDF നിലനിർത്താനായിട്ട് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്നത്. ഇനി അരൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നിലവിൽ LDF സീറ്റാണ്, പക്ഷേ ആ സീറ്റ് UDFലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട് എന്ന് ഈ സർവേ വ്യക്തമാക്കുന്നു. ഒരു 50-50 ചാൻസ് നിലനിൽക്കുന്ന ഒരു സ്ഥലമാണെന്നും ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാൻ സാധ്യതയുണ്ട് എന്നും അത് UDFന് മുൻതൂക്കം നൽകുന്ന ഒരു കാര്യമായി മാറുന്നു എന്നും സർവേ വെളിപ്പെടുത്തുന്നു അരൂരിൽ. ഇനി അമ്പലപ്പുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ അമ്പലപ്പുഴ നിലവിൽ LDF സീറ്റാണ്. അവിടെ BJPക്ക് വോട്ട് ഷെയർ ഉള്ള ഒരു സ്ഥലമാണ്. അതായത് 23,000-ലധികം വോട്ടുകൾ BJPക്ക് അവിടെയുണ്ട്. BJP വോട്ടുകൾ അവിടെ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ പക്ഷേ നിലവിൽ LDFന് തന്നെയാണ് ഒരു നേരിയ തോതിൽ മുൻതൂക്കം എന്ന് വെളിപ്പെടുത്തുന്നു. കുട്ടനാടിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ LDF സീറ്റാണ്, പക്ഷേ അത് 2026 അത് UDFലേക്ക് പോകാനായിട്ട് സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇനി ഹരിപ്പാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ UDF സീറ്റാണ്. അത് UDF നിലനിർത്താൻ തന്നെയാണ് സാധ്യത കൂടുതലായിട്ട് ഈ ഒരു സർവേ വെളിപ്പെടുത്തുന്നത്. ഇനി ആലപ്പുഴ നോക്കുമ്പോഴത്തേക്കും അത് നിലവിൽ LDF സീറ്റാണ്. അവിടെയും BJPക്ക് 23,000-ഓളം വോട്ടുകൾ നിലവിലുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. BJP വോട്ടുകൾ അവിടെ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് നിലവിൽ LDF സീറ്റാണ്. അത് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. മാവേലിക്കരയിലേക്ക് വരുമ്പോൾ അത് LDF സീറ്റാണ്. അതും LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട്. ഇനി ചെങ്ങന്നൂരിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ LDF സീറ്റാണ്. അവിടെ ഒരു ത്രികോണ പോരാട്ടം നടക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതായത് ചെങ്ങന്നൂരിൽ നിലവിൽ LDF സീറ്റാണെങ്കിൽ അവിടെ BJPക്ക് ഏകദേശം 35,000-ലധികം വോട്ടുകൾ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ LDF UDF BJP ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ LDFന് ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കം കാണുന്നു. പക്ഷേ അവിടെ എന്തും സംഭവിക്കാം എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം. ഇനി കായംകുളം നോക്കുമ്പോഴത്തേക്കും കായംകുളത്താണ് ഏറ്റവും വലിയൊരു നിർണായകമായിട്ടുള്ള കാര്യം നിലനിൽക്കുന്നത്. കായംകുളത്ത്
BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള സ്ഥലമാണ്. അവിടെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് അവിടെ വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു കടുത്ത ത്രികോണ പോരാട്ടം നടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്. ശോഭാ സുരേന്ദ്രനാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ, അതല്ലെങ്കിൽ അതൊരു LDF UDF പോരാട്ടമായി മാറുകയും BJPക്ക് വോട്ട് ഷെയർ കുറച്ച് അധികം കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. പക്ഷേ അവിടെ ശോഭ വരികയാണെങ്കിൽ അവിടെ ഒരു കടുത്ത ത്രികോണ പോരാട്ടം നടക്കുകയും അവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കിയ ഒരു സ്ഥലം തന്നെയാണ്. ശോഭ 2ാം സ്ഥാനത്തെത്തിയ ഒരു സ്ഥലമാണ്. LDFിന്റെ സീറ്റാണെങ്കിലും LDF 3ാം സ്ഥാനത്തേക്ക് പോവുകയും BJPയും UDFും തമ്മിൽ 1000-ലധികം വോട്ട് വ്യത്യാസം മാത്രമേ അവിടെ 2ാം സ്ഥാനവും 1ാം സ്ഥാനവും തമ്മിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. വേണുഗോപാൽ മത്സരിച്ചിട്ട് പോലും എന്നുള്ളത് ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെ. അത് മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കായംകുളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ശോഭ മത്സരിക്കുകയാണെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു വിജയസാധ്യതയുള്ള ഒരു സീറ്റായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അവിടെ ഒരു ത്രികോണ പോരാട്ടം അങ്ങനെയാണെങ്കിൽ സംഭവിക്കും. LDFിന് അവിടെ സീറ്റ് നഷ്ടമാകാനായിട്ട് സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അവിടെ സ്ഥാനാർത്ഥി നിർണ്ണയം തന്നെയാണ് ഏറ്റവും പ്രധാനം. UDFിൻ്റെ ആയാലും BJPയുടെ ആയാലും സ്ഥാനാർത്ഥി നിർണ്ണയം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു 50-50 ചാൻസ് നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് LDFിനെ സംബന്ധിച്ചിടത്തോളം, UDFിനെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ മൊത്തമായി നോക്കുവാണെങ്കിൽ 9 സീറ്റുകളുള്ള 9 നിയമസഭാ മണ്ഡലങ്ങളുള്ള ആലപ്പുഴയിൽ LDFിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ നഷ്ടം വരാനായിട്ട് ഏറെ സാധ്യതയുണ്ട് എന്ന് ഈ സർവേ വെളിപ്പെടുത്തുന്നു. LDF 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8 സീറ്റുകൾ നേടിയെടുത്ത സ്ഥലം. ആ 8-ൽ നിന്ന് ഇത്തവണ അതായത് 2026 വരുമ്പോഴത്തേക്കും LDF സീറ്റുകൾ 4ആയി ചുരുങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം. അതായത് മാക്സിമം 4 സീറ്റുകൾ LDF നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം. ഇനി UDFിലേക്ക് വരുമ്പോഴത്തേക്കും UDF മാക്സിമം 4 സീറ്റുകൾ നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തവണ വോട്ട് ഷെയർ പല മണ്ഡലങ്ങളിലും ഉയരുമെന്ന് കാണപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഒരു സീറ്റ് BJPക്ക് വിജയസാധ്യത നിലനിൽക്കുന്ന ഒരു സ്ഥലമായി മാറുന്നു. പക്ഷേ അത് ശോഭയാണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ മാത്രം, അതും കായംകുളത്ത് ശോഭയാണ് മത്സരിക്കുന്നതെങ്കിൽ മാത്രം അവിടെ ഒരു വിജയസാധ്യതയുള്ള സീറ്റായിട്ട് കണക്കാക്കാം. പക്ഷേ അവിടെയും ഒരു 50-50 ചാൻസ് ആണ് നിലനിൽക്കുന്നത്. LDFിനെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം, UDFിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ മൊത്തമായി നോക്കുവാണെങ്കിൽ LDFിന് നഷ്ടം വരുമെന്നുള്ളത് ഈ കണക്കിൽ നിന്ന് വ്യക്തമാണ്. അതായത് 4 സീറ്റിലേക്ക് ചുരുങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും UDFിന് എന്നാൽ 1-ൽ നിന്നും അത് മാക്സിമം 4-5 സീറ്റിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും BJPക്ക് ഒരു സീറ്റിൽ വിജയസാധ്യത ഉണ്ട് എന്ന തരത്തിലും ബാക്കിയുള്ളിടത്തെല്ലാം തന്നെയും BJPയെ സംബന്ധിച്ചിടത്തോളം വോട്ട് ഷെയർ പരമാവധി ഉയരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാണ്.